ന്യൂസിന്റെ അല്പം രാഷ്ട്രീയ വാർത്തകൾ. 2024 ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷനിൽ ഇന്ത്യ ഭരിക്കാൻ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ. ഇതിനെ ജാതീയമായും വർഗീയമായും കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞത് ശ്രദ്ധിക്കുക. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വരുമ്പോൾ സ്വന്തം മനസ്സിന്റെ ഈഗോയാണ് ഇല്ലാണ്ടാക്കേണ്ടത്. ദൈവം മർത്യപാപം നീക്കിയിടുവാൻ. നമസ്കാരം. നാട്ടുരാജ്യം ന്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള സ്വാമി അയ്യപ്പദാസ്, ശബരിമല അയ്യപ്പ സേവാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ വിവിധ മേഖലകളിൽ പിന്നെ സാമൂഹ്യ സേവന പ്രവർത്തനം നിറസാന്നിധ്യമായിരുന്നു. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് അനീതി എവിടെ കണ്ടാലും അവിടെ പിടിക്കുമായിരുന്നു. സന്ധ്യയില്ല സമരങ്ങൾ കൂടെ പോരാടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ചെറിയ രീതിയിൽ ഒരുപാട് രാഷ്ട്രീയം സ്വാമിക്ക് ഇഷ്ടമല്ല, എന്നാലും ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ചുള്ള ഒന്ന് ചെറിയ വിലയിരുത്തലാണ്. സ്വാമിജി, നമ്മുടെ കേരളം പ്രതീക്ഷിക്കാത്ത ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയിരിക്കുന്നു. ആരും കുര്യൻ്റെ ഫാമിലിയോ കുര്യനെ പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. എന്താണ്, എങ്ങോട്ടാണ് ഇത് പോകുന്നത് ഈ നമ്മുടെ ഭാരതം? ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഏതാണ്ട് 50 വയസ്സ് പ്രായമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എല്ലാവർക്കും തുല്യനീതിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും BJPയുടെ എതിരാളികളാണ്. ശത്രുക്കളെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ശത്രുതയോടുകൂടിയാണ് പെരുമാറുന്നത്. എങ്കിൽ പോലും അത് ഞാൻ പറയുന്നില്ല, എൻ്റെ സംസ്കാരത്തിന് അത് യോജിക്കാത്തതാണ്. അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം, BJP എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിൽ BJPയെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത്, പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിൽ എല്ലാവർക്കും തുല്യനീതി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സവർണരുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിക്കുമ്പോഴും 2019 മുതൽ 24 വരെ ഉണ്ടായിരുന്ന 303 പേരടങ്ങിയ BJPയുടെ നേരിട്ട് ഇലക്ഷനിൽ ജയിച്ചു വന്ന 303 പേരിൽ ഏതാണ്ട് 90-ന് മുകളിൽ ആളുകൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരായി. ശ്രദ്ധിക്കണം, 370 എംപിമാര്, 303 എംപിമാര്, 90 പേരും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ കാണാതെ പോകരുത്. എന്നിട്ട് അതേപോലെ തന്നെ ഏതാണ്ട് 30-ൽ താഴെയുള്ള ആളുകൾ വനവാസികളായിട്ടുള്ള ആളുകളാണ്. ഇത് മനസ്സിലാക്കാതെ കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് ഇത് സവർണ പാർട്ടിയാണ്. അതിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് വിശ്വാസിനെയാവാം, ഒരുപക്ഷെ രമേശിനെയാവാം, സുരേഷ് ഗോപിയാകാം, ഇവരെ മാത്രം കാണിക്കുന്നു. ഇവിടെ ജോർജ് കുര്യൻ്റെ കാര്യമോ അതേപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഉള്ള ആ വ്യക്തി മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ആളാണ് ഇത്തവണ BJPയുടെ ബാനറിൽ മത്സരിക്കാൻ തയ്യാറായത്. അദ്ദേഹം ആഹ്വാനം ചെയ്തതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് BJPയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിന് ഒരു കാരണവശാലും ഭൂഷണമല്ല, അതിനോട് യോജിച്ച് നിൽക്കണം എന്ന് ഞാനല്ല പറഞ്ഞത്, സുരേഷ് ഗോപി അല്ല പറഞ്ഞത്, നബ്ദി അല്ല പറഞ്ഞത്, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയല്ല പറഞ്ഞത്. ഇവിടെ വിദ്യാഭ്യാസത്തിൽ ഉന്നത പദവിയിൽ നിൽക്കുന്ന ആളാണ് ഈ ആഹ്വാനം. പക്ഷെ ഇതിന് ഇവിടുത്തെ 2 പേരും, അതായത് 2 പ്രധാന കക്ഷികൾ എന്ന് പറയുന്നത് ഒന്ന് UDF ആണ്, മറ്റൊന്ന് LDF ആണ്. ഇവർ 2 കൂട്ടരും BJP എന്ന് പറയുന്നത് സവർണ ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഹിന്ദുയിസത്തിന് വേണ്ടി മാത്രമാണ് ഈ പാർട്ടി നിൽക്കുന്നതെന്ന് പറയുന്നത് അങ്ങേയറ്റം പോഷ്കാണ്. സനാതന ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന മുഴുവൻ പേർക്കും, ഭാരതീയ സംസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന മുഴുവൻ പേർക്കും പൂർണ്ണമായിട്ടുള്ള വാം വെൽക്കമാണ് BJP. ശ്രദ്ധിക്കണം, ഇവിടെ ചാണകം എന്നും പറഞ്ഞു, സംഖ്യകളെ എന്നും പറഞ്ഞു ആക്ഷേപിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കണ്ട സ്വപ്നവും മഹാത്മാഗാന്ധിജി കണ്ട സ്വപ്നവും സാക്ഷാത്കരിക്കുന്നത് നരേന്ദ്രമോദിയിലൂടെയാണ് എന്നുള്ള യഥാർത്ഥമാണ് ഭാരതം അനുഭവിക്കാൻ പോകുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളം വരാനിരിക്കുന്ന കാലം നമ്മുടെ ഭാരതവുമായി ത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമസ്കാരം.